വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. കലാരാജു ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക്. കലാരാജുവിനെ ആക്രമിച്ച വൈസ് ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസിനെതിരെയും പരാതിയിൽ പറയുന്നുണ്ട്. ജനം എക്സ്ക്ലൂസീവ്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, എന്തുതന്നെയാലും ജില്ലാ സെക്രട്ടറിയുടെ വാദങ്ങൾ ഇതോടെ പൊളിയുകയാണ്. ഇനി അറിയേണ്ടത് CPM ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, അല്ലെങ്കിൽ CPMന്റെ വാദങ്ങൾക്ക് ഇനി എത്രത്തോളമാണ് ഒരു നിലനിൽപ്പ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. വിഷ്ണു, പാർട്ടി സംവിധാനം അനുസരിച്ച് CPM കേഡർമാർ ആദ്യം ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അത് പാർട്ടി നേതൃത്വത്തെ ആയിരിക്കും ആദ്യം അറിയിക്കുക. പാർട്ടിക്ക് നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി അന്വേഷണത്തിൽ പോലും തൃപ്തിയില്ലെങ്കിൽ പോലും ആയിരിക്കും, കേരളത്തിൽ നമ്മൾ പലതവണ കണ്ടതാണ്, അങ്ങനത്തെ ഒരു അന്വേഷണത്തിന് പുറത്തേക്ക് ആ കാര്യങ്ങൾ എത്തുന്നത്. പാർട്ടി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവും കൂത്താട്ടുകുളത്തെ കൗൺസിലറും ഒക്കെയായ കലാരാജുവും പാർട്ടി നേതൃത്വത്തിന് 2024 തന്നെ കൂത്താട്ടുകുളം നഗരസഭയിലെ ഭരണവുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി വൈസ് ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസ് നടത്തുന്ന ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഒക്കെ തന്നെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ തന്നെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പരാതിയിൽ കൃത്യമായി ഒരു കത്ത് പാർട്ടിക്ക് നൽകുന്നതിനും അപ്പുറത്ത് ഒരു പരാതി രേഖാമൂലം എഴുതി കൊടുക്കുന്നു എന്ന് തന്നെ നമുക്കതിൽ മനസ്സിലാക്കണം. കാരണം പാർട്ടിയുടെ ചുമതലകൾ ആദ്യം പറഞ്ഞ പാർട്ടിയുടെ കേഡർ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് കലാരാജു ഈ പാർട്ടിക്ക്, ഈ നേതൃത്വത്തിന് ഈ കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അടക്കം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുടുംബത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അവർ അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവർ അതിൽ രാഷ്ട്രീയമായി കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CPM വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു കത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സമ്മേളനം കൂടി ആരംഭിക്കാനിരിക്കെ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പക്ഷെ CPM ആണ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. വിഷ്ണു, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.